ഇതാണ് ഇത് ഞാൻ ഭംഗി കണ്ടെടുത്തതാണ്. ഇതും എല്ലാം ഞാൻ വാങ്ങിയതെല്ലാം പാഡഡ് ബ്രാ ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഡയമണ്ട് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക. വീഡിയോക്ക് പോകണമെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഗേൾസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഷയ്യവേന്ന് കുറച്ച് ബ്രാസ് പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കാം. കാരണം കുറേ പേർക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെയൊന്നും അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. പിന്നെ ഷയ്യവേ പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത കാണിച്ചത് ഒരു 5-6 ഞാൻ പർച്ചേസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ബ്രായാണ്. ഇത് സ്ട്രാപ്ലെസ് ബ്രായാണ് കേട്ടോ. സ്ട്രാപ്പ് ഒന്നും വരുന്നില്ല. ഇപ്പം നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇടുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അറിയാം, എനിക്ക് ബ്രസ്റ്റ് കുറച്ച് എടുത്തറിയും ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. പക്ഷെ എനിക്ക് ഇത് ഇടുമ്പോൾ നല്ല അധികം ഇല്ലാത്ത പോലെ നല്ല ഒതുങ്ങി നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല നമുക്ക് ഒരുപാടുണ്ടെങ്കിലും അത് അധികം നമുക്ക് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബ്രായാണ് കേട്ടോ. ഇതാണ് ഇത് ഞാൻ ഭംഗി കണ്ടെടുത്തതാണ്. ഇതും എല്ലാം ഞാൻ വാങ്ങിയതെല്ലാം പാഡഡ് ബ്രായാണ്. കാരണം എനിക്ക് പാഡഡ് അല്ലാത്തത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നാൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടും കുറച്ച് നാൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ചേഞ്ചസും കൂടെ വന്നപ്പോൾ നമ്മൾ പാഡഡ് അല്ലാത്തത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ആ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ബ്രാ. പിന്നെ വരുന്നത് ഒരു റെഡ് കളർ. ഇത് കാണുമ്പോൾ വലുതാണെന്ന് തോന്നും, പക്ഷെ അല്ല. ഇതൊരു നോർമൽ ബ്രായാണ്, പാഡഡ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്താ ഈ ഒരു കപ്പ് ഇത്ര വലുതായിരിക്കുന്നത് വെച്ചാൽ ഇത് ഫുൾ കവർ ചെയ്ത് നിൽക്കും. ചിലരുടെയൊക്കെ ഉണ്ടാവും നമുക്ക് ചിലതൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് കംഫർട്ട് ആയിരിക്കില്ല. കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുക, കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം ഇത്. പക്ഷെ ഇത് നല്ല ഫുൾ ഒതുങ്ങി നല്ല ഇതായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് ഞാൻ കാണാൻ ഉള്ളൊരു ഭംഗി കണ്ടിട്ടാണ്. എല്ലാം പാഡഡ് വാങ്ങണം തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇത് കാണാനുള്ളൊരു ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതും നല്ല കംഫർട്ടാണ് ഇടാൻ. ഇത് നമുക്ക് കുറച്ച് കഴുത്ത് കുറച്ച് ഇറങ്ങിയ ഡ്രസ്സ്, നമ്മളിപ്പോൾ ഇത്രയുള്ളൊരു ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ഈ ഒരു ബ്രാ നമുക്ക് യൂസ് ചെയ്യാം. നല്ല കംഫർട്ടായിരിക്കും. ഇത് ലാസ്റ്റ് വൺ. ഇതും ഒരു സാധാ ബ്രായാണ്, പക്ഷെ പാഡഡ് ആണെന്ന് മാത്രം. ഇത് നമുക്ക് ഞാൻ വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം പാഡഡ് ബ്രായാണ്. 5 ബ്രാസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ പാഡഡ് ബ്രാ തന്നെ വാങ്ങിയത്. എനിക്ക് അതാണ് കുറച്ചും കൂടെ കംഫർട്ട്. പിന്നെ ഇപ്പോൾ ഷയ്യവേയിൽ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3 ബ്രേസർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1199 രൂപയാണ് ആ 3 ബ്രേസറിനും കൂടെ വരുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് 199 രൂപയാണ്. 199 രൂപ തൊട്ട് നമുക്ക് ബ്രാസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുറേ പേർക്ക് ഇപ്പം നമ്മൾ ബ്രാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അറിയില്ല. ഇപ്പം നമ്മൾ ജീൻസ് ഇടുമ്പോൾ, ചുരിദാർ ഇടുമ്പോൾ, അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ ടീഷർട്ടൊക്കെ ഇടുകയാണെങ്കിൽ ചില ബ്രാസ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കൂടെ ആ ബ്രായുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അറിയാം. അതായത് ഇപ്പോൾ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടൊക്കെ കറക്റ്റായിട്ട് അറിയും. അപ്പോൾ നമ്മൾ ജീൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട് ബ്രാ എന്നൊക്കെ പറയും. അപ്പോൾ ടീഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് ടീഷർട്ട് ബ്രാ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസ് പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് നമുക്ക് നേഴ്സിംഗ് ബ്രാസ് അത് അവൈലബിൾ ആണ്. പിന്നെ ബിഗിനേഴ്സൊക്കെ ബ്രാസ് ഇട്ട് തുടങ്ങുന്നവർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി ബ്രാ അവൈലബിൾ ആണ്. പിന്നെ കുറേ പേരുണ്ടാവും ചിലർക്ക് അവരുടെ സൈസിനനുസരിച്ചിട്ടുള്ള സംഭവം ബ്രാസ് ചിലവിടെ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് കിട്ടില്ല. പക്ഷെ ഷയ്യവേയിൽ പ്ലസ് സൈസ് ഉണ്ട്. അതായത് എത്ര സൈസ് ആണെങ്കിലും പ്ലസ് സൈസ് ആയിട്ടുള്ള ബ്രാ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുഷപ്പ് ബ്രാ, കുറച്ചില്ലാത്തവരാണെങ്കിൽ കുറച്ചുള്ള പോലെ തോന്നിക്കാനുള്ള ബ്രാ. പിന്നെ മിനിമൈസർ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അധികം
കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് അത് ഭയങ്കര ഇതായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രേസർ ഇടുമ്പോൾ നല്ല ഒതുങ്ങി നല്ല ഷേപ്പിൽ നിൽക്കും, നല്ല അധികം എടുത്തറിയില്ല. അപ്പം അങ്ങനെയുള്ള ബ്രാസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്, സ്പോർട്സ് ഉണ്ട്, സ്പോർട്സ് ബ്രാ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി അടിപൊളി, പിന്നെ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ പാഡഡ് ആണെങ്കിലും നോൺ പാഡഡ് ആണെങ്കിലും ഉണ്ട്. പിന്നെ സ്ട്രാപ്ലെസ്, നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് സ്ട്രാപ്പ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലത് സ്ട്രാപ്പ് ഉണ്ടാവും, നൂഡിൽ സ്ട്രാപ്പ് പോലെ. ചില സ്ട്രാപ്പുകൾ ഇട്ടാൽ അറിയില്ല, അത് നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ട് അങ്ങനത്തെ സ്ട്രാപ്പുകൾ ഉണ്ടാവും. പക്ഷെ ചിലതൊക്കെ നമുക്ക് സ്ട്രാപ്പ് സ്ലീവ്ലെസ് ഇടുമ്പോൾ നമുക്ക് അതിടാം. പക്ഷെ അത് ഇടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ഇടുന്ന സമയത്ത് സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സ്ട്രാപ്ലെസ് ബ്രായും അതുപോലെ നമ്മുടെ ഷൈയവയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിലർ സൈസ് അറിയാത്തവരൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈസ് ചാർട്ട് അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം, നമ്മുടെ സൈസ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് അപ്പം അതിലുണ്ടാവും ഇത്രയാണെങ്കിൽ ഇത്ര ഈ സൈസിലുള്ള ബ്രാ ഇടണം, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള സംഭവങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സൈസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് എൻ്റെ സൈസ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൈസ്, അപ്പോൾ എനിക്ക് സൈസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈസ് ചാർട്ട് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വെറുതെ കടകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക്. അതായത് ഇപ്പോൾ പൈസ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയാണെന്ന് തന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇതുപോലെ ഒരുപാട് കളക്ഷൻ ഓഫ് ബ്രാസ് അല്ലാതെ വേറെ അവർക്ക് അവരുടെ നൈറ്റ് ഡ്രസ്സസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിത് കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് ചെയ്യാൻ. ഞാൻ അതല്ലാതെ അവിടുന്ന് നൈറ്റ് ഡ്രസ്സസും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു അവയർനെസ് ഉണ്ടാവും. ചിലർക്കൊക്കെ അറിയില്ല ഇപ്പോഴും എങ്ങനെ ഒരു ബ്രാ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയി, കുറച്ച് അവയർനെസ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നു. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും മെയിനായിട്ട് പറയുന്നത് ബ്രാസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റിയൊക്കെ നോക്കുക. നമ്മൾ വില കുറവൊക്കെ നോക്കി എടുക്കാണ്ട്, കാരണം അലർജി കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്വാളിറ്റിയും അതുപോലെ ചിലർക്കൊക്കെ എലാസ്റ്റിക്കൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. അങ്ങനെ കുറേ നമ്മൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഹൈജീനായി വെക്കേണ്ട സ്ഥലമാണ്. അപ്പം നമ്മൾ ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഷൈയവേ എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് വ്ളോഗ്സൊക്കെ വരും. ഡേറ്റൊക്കെ അടുക്കാറായി, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ചെറിയൊരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വരും വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടൈം കിട്ടുമ്പോഴൊക്കെ മാക്സിമം നമ്മൾ വീഡിയോ ഇടാൻ നോക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ